ഏഞ്ചൽ ബിൻഡാബെളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ കഴുത്ത് ഇങ്ങനെ വലുതായി കിട്ടത്തില്ലയോ, അത് ചെറുതാക്കി എടുക്കുന്ന കാര്യമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള ഇറക്കം കഴിഞ്ഞ് ബാക്കി നമ്മൾ അത് കണ്ടിച്ച് കളഞ്ഞേക്കണം. അപ്പം ഞാൻ ഇതേന്ന് ഇത്രയും കണ്ടിച്ച് കളഞ്ഞിട്ടുണ്ട്, രണ്ട് സൈഡിൽ നിന്ന് കണ്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ ചിലരുടെ സംശയം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ കൈക്കുഴി ഇറുകത്തില്ലേ എന്നുള്ളതാണ്. കൈക്കുഴി ഇറുകാതിരിക്കാനായിട്ട് നമ്മൾ എന്തെടുക്കണമെന്ന് അറിയാം. അഥവാ കൈക്കുഴി ഇറുവാണെങ്കിൽ നമ്മൾ ഈ കൈക്കുഴിയുടെ ഈ ലാസ്റ്റ് ഭാഗം കണ്ടോ, അത് കണ്ട് ശകലം വളച്ചിങ്ങനെ വരച്ച് വെട്ടിക്കളഞ്ഞേക്കണം. അപ്പം നമുക്ക് കൈക്കുഴി ഇറുകത്തില്ല. അല്ലെങ്കിൽ ഇത്രയും പോയ സ്ഥാനത്ത് ഇവിടം ടൈറ്റ് ആവുമോ എന്നുള്ള പ്രശ്നം വരും. അങ്ങനത്തെ പ്രശ്നം വരത്തില്ല. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇത്രയും ഇറക്കി വെട്ടിയേക്കണം, ഈ ഭാഗം ഇറക്കി വെട്ടണം. അപ്പോഴത്തേക്ക് ശരിയായി കിട്ടും. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇതൊന്ന് വെച്ച് അളന്ന് നോക്കണം. അളന്ന് നോക്കി വലുതാണെങ്കിൽ നമ്മൾ വെട്ടിയാൽ മതി. ചിലപ്പോൾ ഒപ്പത്തിന് കിട്ടും, ചിലപ്പം വലുതായിരിക്കും. അപ്പോൾ എന്തെടുക്കണം, ഇത് കണ്ട് ഇത്രയും വലുതാണ്. അപ്പം നമ്മൾ എന്തെടുക്കണമെന്നറിയാം, ശകലം താഴ്ഭാഗം കണ്ടിങ്ങനെ കണ്ടിച്ച് കളഞ്ഞേക്കണം. അപ്പോൾ ഇത് ശരിയായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയാണ്. ഇവിടെ നമ്മൾ അടിച്ചതിന് ശേഷം തയ്ച്ചതിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഒരു തയ്യൽ, ഇവിടെ ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു തയ്യലൂടെ തയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ടിച്ച് കളഞ്ഞത് വെളിയിൽ നിൽക്കും, കാണാൻ പറ്റും. അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു തയ്യൽ തയ്ച്ചിട്ട് നമ്മൾ ഈ കൈ ഞാൻ പിടിപ്പിച്ചു, ഇനി ഈ കൈയും കൂടെ പിടിപ്പിക്കാനുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കൈക്കുഴി ഇറുകാതെ കിട്ടും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.